ജോഷ്ല വയനാട്ടിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം വയനാട്ടിൽ ഇപ്പോൾ എന്താണ് സ്ഥിതി എന്ന്. ജോഷ്ല, വയനാട്ടിൽ ഇപ്പോൾ ജോഷ്ല നിൽക്കുന്നിടത്ത് മഴയില്ല, പക്ഷേ മറ്റു ഭാഗങ്ങളിൽ എന്താണ്, മഴ പെയ്യുന്നുണ്ടോ? ഇന്ന് ഏത് അലർട്ടാണ് ജില്ലയിലുള്ളത്? മനു, ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് വയനാട് ജില്ലയിലുള്ളത്. എന്നാൽ ഏറെ ആശ്വാസകരമായ ഒരു ദിവസമാണ് എന്നാണ് തോന്നുന്നത്. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 4 മണിവരെ മഴ വിട്ടുനിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനുശേഷമാണ് അല്പം ശക്തമായ തോതിൽ മഴ പെയ്തത്. എന്നാൽ രാത്രിയും മഴയുടെ ഒരു അളവ് കുറഞ്ഞ ഒരു സ്ഥിതി തന്നെയാണുള്ളത്. ഇന്ന് രാവിലെയും മഴയില്ലാത്ത ഒരു അവസ്ഥയാണ്. എന്തായാലും വയനാടിനെ സംബന്ധിച്ചിടത്തോളം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ആ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥ മാറി അല്പം ഒരു തെളിച്ചം ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അത് ആശ്വാസകരം തന്നെയാണ്. ഈ ഇത്രയും മണിക്കൂറുകൾ മഴ വിട്ടുനിൽക്കുക എന്ന് പറയുന്നത് തന്നെ വെള്ളം ചോർന്നു പോകുന്നതിന്, വെള്ളം വലിഞ്ഞു പോകുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. അതേസമയം തന്നെ ചില ഭാഗങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പെരിഞ്ചേരി മലയിൽ ഇന്നലെ ശക്തമായ നീരുറവയും അതുപോലെ തന്നെ വെള്ളക്കെട്ടും ഉണ്ടായതിനെ തുടർന്ന് ആളുകളെ, അവിടെ നിന്നുള്ള 7 കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ വെള്ളമുണ്ട പോലീസ് സ്റ്റേഷന് സമീപമുള്ള പുളിഞ്ഞാൽ ഭാഗത്ത് ഗർത്തം രൂപപ്പെട്ടിരുന്നു. എന്നാൽ ആ ഗർത്തത്തെക്കുറിച്ച് അധികൃതർ പറയുന്നത് അത്ര ആശങ്കപ്പെടാനില്ലാത്തതാണ്, വലിയ പ്രശ്നങ്ങളില്ല, അല്പം വിണ്ടുകീറിയതാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ട് എന്നാൽ പോലും ഒരു മുൻകരുതൽ എന്ന നിലയിൽ 26 കുടുംബങ്ങളെ അവിടെ നിന്നും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ചൂരൽമലയിലും സ്ഥിതി ഏകദേശം ഒരു ആശ്വാസകരമായ രീതിയിലാണ് ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളും പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം. എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ ഒരു വലിയ ആശ്വാസകരമായ ഒരു ദിനം ആണ് എന്ന് തോന്നുന്നു. മഴയെ സംബന്ധിച്ചിടത്തോളം മഴ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഇന്ന് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പ്രൊഫഷണൽ കോളേജുകളിലുള്ളവരും സ്കൂളുകളിലുള്ളവരും എല്ലാവരും സ്കൂളിലേക്ക് പോകണം. കാരണം ഇന്ന് ആർക്കും അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. നല്ല കാറ്റ് അടിക്കുന്നുണ്ട്, നല്ല സുഖകരമായ ഒരു കാറ്റാണ്. എന്നാൽ പോലും ടൂറിസ്റ്റുകൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മലയോര മേഖലയിലേക്കുള്ള യാത്ര ശ്രദ്ധിക്കണം. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാണാസുര സാഗർ ഡാം ഇന്നലെ തുറന്നിട്ടുണ്ട്. കബനി നദി അടക്കം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന അവസ്ഥയാണ്. എല്ലാ നദികളിലും വെള്ളം കയറിയിട്ടുണ്ട്. ആരും മീൻ പിടിക്കാനോ അതുപോലെ തന്നെ വെള്ളക്കെട്ടുകളിലേക്ക് കുളിക്കാനോ ഒന്നും തന്നെ പോകരുത് എന്നുള്ള കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കലക്ടറും പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾ നൽകിയിട്ടുള്ളത്. എന്തായാലും അത്തരത്തിൽ വളരെയേറെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട സമയമാണ്. ഇതുവരെ വലിയ ആപത്തൊന്നുമില്ലാതെ, അപകടമൊന്നുമില്ലാതെ വയനാട് ജില്ല മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം. അത് ജനങ്ങളുടെ കൂടെ ഒരു ജാഗ്രതയുടെ ഭാഗമാണ് എന്നുള്ളതാണ്. ശരി, ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് വയനാട്ടിൽ ഇന്ന് മഴ കുറവുണ്ട്, പക്ഷേ ശക്തമായ മഴ പെയ്യാനുള്ള ഓറഞ്ച് അലർട്ടാണ് അവിടെ നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോഷ്ല പറഞ്ഞതുപോലെ വെള്ളക്കെട്ടുകളിൽ ഇറങ്ങാതിരിക്കുക, അത്തരത്തിലുള്ള അപകടകരമായ വിനോദങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. നമുക്ക് ഈ മഴക്കാലം കഴിഞ്ഞ് ഇതൊക്കെ ചെയ്യാം, സമയം ഇനി ഒരുപാട് ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക പ്രിയപ്പെട്ടവരെ, അത് മാത്രമാണ് പറയാനുള്ളത്.